ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പാലക്കാട് കോട്ടയാണ് കാണാൻ പോകുന്നത്. ഇത് പാലക്കാട് കോട്ടയിലെ കിടങ്ങാണ്. പണ്ട് കുതിരകൾക്ക്, ടിപ്പു സുൽത്താൻ്റെ കുതിരകൾക്ക് മാത്രം ചാടിക്കിടക്കാൻ പറ്റുന്ന കിടങ്ങാണ് അത്ര വലിയ കിടങ്ങാണിത്. ഇന്ന് ആമയും മീനുമൊക്കെ മാത്രമാണ് പണ്ട് മുതലേക്കായിരുന്നു എന്ന് പറയുന്നതിൽ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പോകാൻ നമുക്ക്. മക്കളൊക്കെ കയറി ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവർക്കിതിൽ പാലക്കാട് കോട്ടയിൽ വന്നു വെച്ച് ഭയങ്കര സന്തോഷമാണ്. അവർ കളിക്കാനൊരു സ്പേസ് കിട്ടുമല്ലോ, അത്രയും സന്തോഷമാണ് അവർക്ക്. ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കവാടവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മതിൽ കെട്ടുകളുമാണ്. പാലക്കാട് കോട്ടേൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു പുരാതനമായിട്ട് നിലനിന്നിരുന്നതാണ്. ഇത് പാലക്കാട് അച്ഛൻ എന്ന് പറഞ്ഞ ഒരാൾ 1857 സാമൂതിരിയുടെ ആക്രമണം എതിർക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൈദരാലി രാജാവിൽ മൈസൂർ അദ്ദേഹത്തിന് ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹം വന്ന് പിന്നീട് അദ്ദേഹം നമ്മുടെ പാലക്കാടിൻ്റെ ഭരണം കൂടെ ഏറ്റെടുത്തു. പിന്നെ ഫുള്ളായിട്ട് അദ്ദേഹമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഭാരതത്തിൽ പുരാതന വസ്തു ആയിട്ടാണ് നമ്മൾ പാലക്കാട് കോട്ട സംരക്ഷിച്ച് വരുന്നത്. അടിപൊളിയാണ്. ഇവിടെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. വലിയ വലിയ കൂറ്റൻ മരങ്ങളൊക്കെയാണ്. മാവുണ്ട്. ദർശു അത് തണുപ്പ് കാലത്ത് തീ കൊള്ളാൻ വേണ്ടിയിട്ടുള്ള സാധനമാണോ തോന്നുന്നു. സർക്കാർ ഓഫീസുകളാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. നേരത്തെ ജയിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് മാറ്റിയെന്ന് തോന്നുന്നു. ആണിത്, മ്യൂസിയം. നല്ല ഗാർഡനിങ് ആണ്, അടിപൊളി ഗാർഡനിങ് ആണ്. കുട്ടികൾക്കെല്ലാം നല്ല സന്തോഷമാണ് ഇവിടെ നിന്ന് കളിക്കാനും ഇരിക്കാനും. ഇതുണ്ട്, ദർശും ഹർഷവും ഓടിക്കളിക്കാൻ തുടങ്ങി. വളരെ ഘനഗംഭീരമായിട്ടുള്ള മതിൽക്കെട്ടാണ് ചുറ്റും. ഇത്രയും മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗാർഡനിങ്ങാണ്. മതിൽക്കെട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി മതിൽക്കെട്ടാണ്. ഈ കോട്ടയുടെ ഉള്ളിൽ നിന്ന് ഹനുമാൻ്റെ കോവിലും കൂടിയുണ്ട്. നമ്മളത് ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ കുട്ടികൾക്ക് കയറിപ്പോകാൻ പറ്റിയ മരങ്ങളാണത്. അടിപൊളിയായിട്ട് മരങ്ങൾ വെച്ച് കറക്റ്റായിട്ട് ബണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടിപ്പു സുൽത്താൻ മൈസൂർ വരെ പോയി എന്ന് പറയുന്നത് ഈ കിടങ്ങെന്ന് പറയുമോ കുളമെന്ന് പറയുമോ, ഇതിലൂടെയാണ് ഇപ്പോൾ പിൻവാങ്ങൽ. യുദ്ധം ചെയ്യുമ്പോൾ തോറ്റ് പിന്മാറുക എന്ന് പറയല്ലോ, പിന്മാറാൻ വേണ്ടിയിട്ട് ഇതിലൂടെ മൈസൂർ വരെ പോകാനുള്ള തുരങ്കം ഇതിനുള്ളിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് സൂപ്പറായിട്ട് ഇപ്പോഴും നന്നായിട്ട് അവർ പരിപാലിച്ചു പോകുന്നുണ്ട് കിടങ്ങ്. നല്ല ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കളിച്ചാലും മതി വരില്ല. ഹർഷും ദർശും ഉടനെ മരത്തിൽ കയറാനുള്ള തത്രപ്പാടിലാണ്. ഒറ്റയ്ക്ക് കയറിയിരുന്നു എന്നുള്ള സന്തോഷമാണ് ദർശുവിൻ്റെ മുഖത്ത്. നമ്മൾ റീൽസൊക്കെ എടുത്തിട്ടുണ്ട് മരത്തിൻ്റെ മേലെ കയറിയിട്ടുള്ള. ഒറ്റയ്ക്ക് തന്നെ കയറാൻ പറ്റും, കുഞ്ഞു കുട്ടികൾക്ക് വരെ കയറാൻ പറ്റും. ദർശു കയറാനും ഇരിക്കാനുള്ള ശ്രമത്തിലാണ്. ദർശു കയറി ഇരുന്ന് കിടന്നു കഴിഞ്ഞു. ഇത് പാലക്കാട് കോട്ടൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഇത്ര വലിയ കവാടം, വലിയ വാതിലും കാര്യങ്ങളും കണ്ട മതിലുകൾ. അതിന് മേലെ ഇരുന്ന് വെച്ച് നമുക്ക് വെളിയിൽ നടക്കുന്ന യുദ്ധവും വെളിയിൽ നിന്ന് ആൾക്കാർ ഇത്രയും വലിയ മതിൽക്കെട്ടുകളാണ്.
ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ സ്ഥലമാണത്. അത്രയും കരിങ്കല്ല് കൊണ്ടുള്ള ചുറ്റുമതിലാണ്, കരിങ്കല്ല് കൊണ്ടുള്ള ചുറ്റുമതിൽ. അത്രയും പരിരക്ഷയോടെയാണ് രാജാക്കന്മാർ അവിടെ ഇരുന്നിട്ടുള്ളത്. ഇതിൻ്റെ മേലെ കാണുന്ന കവാടത്ത് നിന്നിട്ട് യുദ്ധമൊക്കെ വീക്ഷിക്കുന്നത് നമ്മുടെ പീരങ്കി കൊണ്ട്, നമ്മൾ ബാഹുബലി സിനിമയിൽ കണ്ട പോലെ അമ്പ് ചെയ്യുന്നതും പീരങ്കികളൊക്കെ വിടുന്നത് കോട്ടൻ്റെ മേലെയുള്ള സംഭവത്തിൽ കൂടിയിട്ടാണ്. ഇതിൻ്റെ ഈ കോട്ടമതിലിൻ്റെ ചുറ്റുമായിട്ടാണ് ഫുള്ളായിട്ട് കിടങ്ങുണ്ട്. നമ്മൾ വരുമ്പോൾ തന്നെ കിടങ്ങ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ കിടങ്ങ് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ കുതിരയ്ക്ക് മാത്രമേ ചാടിക്കിടക്കാൻ പറ്റത്തുള്ളൂ. അത്രയും ട്രെയിനിങ്ങോട് കൂടെയുള്ള കുതിരയാണത്. നേരത്തെയൊക്കെ അതിലോട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൂക്കുപാലമായിരുന്നു ഒന്ന്, വാതിലും ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ മാറ്റിയിട്ട് ഫുൾ ചുറ്റും കിടങ്ങായിരുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം പറഞ്ഞു കേട്ടുള്ള കാര്യം മാത്രമാണ്. ഇന്ന് കിടങ്ങ് എപ്പോഴും അടിപൊളിയായിട്ട് ഉണ്ട്. ആമയും മീനുകളും ആണ് ഇപ്പോൾ ഉള്ളത്. പണ്ട് മുതലേ ആയിരുന്നെങ്കിലും ഇപ്പോൾ ആമയും മീനും മാത്രമേ ഉള്ളൂ.